ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഈ പരിപാടി സെലിബ്രിറ്റി പരിപാടി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളെ കൊണ്ട് കുപ്പിയിലിട്ട് വെക്കാണ്? പ്രത്യേകിച്ച് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല, കുറെ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. എന്റെ ഫേസ്ബുക്കിലെ ഫസ്റ്റ് ഫോട്ടോ പുള്ളിയുടെ. ഇതൊക്കെ നിങ്ങളുടെ സ്വന്തമാണോ അതോ ഡു യു ഹാവ് എ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ്? എനിക്ക് എന്റെ സ്വന്തം തന്നെയല്ലോ, എന്റെ സ്വന്തം കട എനിക്ക്. സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു മനുഷ്യൻ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവ് ആവണം എന്ന് തീരുമാനിക്കാൻ ഒരു റീസൺ വേണമല്ലോ. അന്ന് ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ട്, അവനൊക്കെ കുറെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന്. എനിക്കാണെങ്കിൽ ഗേൾ ഫ്രണ്ട്സും ഇല്ല, ആരുമില്ല. അവനാണെങ്കിൽ ഫുള്ള് നടന്ന് ഒരു ഫോട്ടോ ഇട്ട 100 ലൈക്സും സംഭവങ്ങളൊക്കെ. പിന്നെ കുറേ പേജുകളിലൊക്കെ വന്ന് ഞാൻ തന്നെ അറിയാണ്ട് ഞാൻ തന്നെ എങ്ങനെയൊക്കെ ഫേമസ് ആയി. പിന്നെ ഞാനത് വിട്ടില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ഇതേ ഇപ്പോഴും പിടിച്ചോണ്ടിരുന്നു. എന്നിട്ട് പിന്നെ ഗേൾ ഫ്രണ്ടിനെ കിട്ടിയ കൂട്ടി. അബുദാബിയിൽ ജോലിക്ക് പോയി എനിക്കൊരു ചെറിയൊരു സാലറിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ഉച്ചയ്ക്ക് ഒരു മണിക്കൂറിൽ ബ്രേക്ക് കിട്ടും, ലഞ്ച് ബ്രേക്ക്. അപ്പോൾ ചോറ് കഴിക്കാൻ പോകുന്ന സമയത്ത് എനിക്കൊരു വർക്ക് കിട്ടി. ആ ഒരു മണിക്കൂർ ഗ്യാപ്പിൽ പോയിട്ട് ഞാൻ ആ വർക്ക് ഫോണിൽ എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് ഇടിപ്പിച്ച് അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഒരു 3 മാസത്തെ സാലറി കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് പിടിക്കുകയാണെങ്കിൽ എനിക്ക് സെയിൽസിൻ്റെ കമ്മീഷൻ കിട്ടും, സാലറിയും കിട്ടും, അവരുടെ ഇൻഫ്ലുവൻസറും ഞാൻ. ഒരു കോടിപതിയാണല്ലേ. ഞാൻ ആലോചിച്ചത് കോണ്ടന്റ് ഉണ്ടാക്കി, സ്ക്രിപ്റ്റ് എഴുതി, അത് ഡയറക്റ്റ് ചെയ്ത്, ലൈറ്റിംഗ് ശരിയാണോ നോക്കി, രാവിലെ തൊട്ട് രാത്രി വരെ ഇത്രയും ടേക്ക് എടുത്ത് നിങ്ങളിത് ഔട്ട് ഇറക്കുമ്പോൾ കേട്ടാൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന കുറച്ച് ഡയലോഗുകൾ പറയാം. അന്ന് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവന്റെ റീൽസ് അക്കൗണ്ട് ടിക്ടോക്ക്, എന്നിട്ട് അതിനകത്ത് പോയിട്ട് എല്ലാത്തിനും സൂപ്പർ മുത്തേ എന്ന് പറയും. എല്ലാം അത്യാവശ്യം എല്ലാത്തിനും പറയും. എന്നിട്ട് ഇവൻ തിരിച്ച് ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ ഇവൻ തന്നെ നിന്ന് അടിപൊളിയെന്ന് പറയും. പറയിപ്പിക്കും ഞാൻ അവനെ കൊണ്ട്. അങ്ങനെ ഒരു ലോജിക്ക് വെച്ച് എന്റെ കൂട്ടുകാരന്മാർ പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് വർക്കാവും. അത് വർക്കായിട്ടുണ്ട് അന്നേ ഇന്നൊന്നും അല്ല, എനിക്കറിയത്തില്ല. എന്റെ മുന്നേച്ച് സൂറത്തായി നീ ഇതിലെ ഇലക്കൊഴിയേ തണലായരികേണയും ഇടവഴിയേ ഋതുവായി നദി പോലൊഴുകും. ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ വി ഹാവ് ദി സ്റ്റാർസ് ഓഫ് കണിമംഗലം കോവിലകം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. നമസ്കാരം. ഞാൻ അങ്ങോട്ട് വരണ്ടെന്ന് വിചാരിക്കും, പക്ഷെ എന്താണെന്ന് അറിയാമല്ല ഒരു ചൈവ്. ഈ കണിമംഗലം കോവിലകം എന്ന് പറയുന്ന പേരിന്റെ തുടക്കം മുതലുള്ള ആളെന്ന രീതിയിൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആദ്യം ഒരു ഇൻട്രോ എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. കണിമംഗലം കോവിലകം എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ആയിരുന്നു. അത് 2018 കൊറോണ സമയത്ത് രാജേഷ് ചേട്ടൻ ഷൂട്ട് ചെയ്തൊരു പരിപാടിയാണ്. അതിൻ്റെ ക്യാമറമാൻ അജയ് ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു. എൻ്റെ പ്രൊഡ്യൂസർ ടോണി ജോസ്കോ. ഒരുപാട് എന്താ പറയുക, ഒരു 4-5 വർഷത്തുള്ള ഒരു സീരീസ് ആയിരുന്നു. അന്ന് ആ കൊറോണ സമയത്ത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. എല്ലാവരും അതിലെ ഓരോ കഥാപാത്രങ്ങൾ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ഓരോ കഥാപാത്രങ്ങൾക്കും നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് എന്താ പറയുക, നമ്മളൊരു ഒരു സിനിമാറ്റിക് സിനിമ എന്താണ്, സിനിമാറ്റിക് രീതി എന്താണ്, എന്തൊക്കെയാണ് ഷോട്ടുകൾ, ഏതൊക്കെയാണ് ലെൻസുകൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാൻ പറ്റിയത്. പുള്ളിക്കാരൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ വളരെ ചെറിയ ഒരു സാധാരണ രീതിയിൽ തുടങ്ങിയ പരിപാടി പിന്നെ അത് വളർന്നു അത് 1 മില്യൺ സബ്സ്ക്രൈബർ അടിച്ചു. പിന്നെ ഗോൾഡൻ ബട്ടൺ കിട്ടി. അങ്ങനെ നമുക്കൊരു മൊമെൻറ്റോ കിട്ടി, ഇത്ര 1 മില്യനൊക്കെ അടിച്ചത്. ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു പരിപാടിയാണ്. അത് ഇങ്ങനെ സിനിമയാക്കിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി. ആദ്യ സമയത്തൊക്കെ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ബൈക്കത്ത് ഷൂട്ട് ഇടുന്ന ഒരു വീട്ടിൽ ഷൂട്ട് ഇടുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു ഒരു മറ്റേ ചാമ്പയ്ക്കാൻ വരില്ലേ, ചാമ്പയ്ക്കാൻ അതിൻ്റെ ഫ്രണ്ട് വെച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ നമുക്കിത് സിനിമ ആക്കി കൂടെ എന്ന് ചുമ്മാ ചോദിച്ചു. അത് ചേട്ടൻ ഓക്കെ ആകെ നോക്കാന്നൊക്കെ പറഞ്ഞ് പോയി. പിന്നെ അതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് തീപ്പിരി പിന്നെ പുള്ളി ഡയറക്റ്റ് ചെയ്തു. അതിലൊരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റി. അങ്ങനെ ഇരുന്ന സമയത്താണ് പുള്ളി പറഞ്ഞ് നമുക്കൊരു പരിപാടി ഓണാക്കുന്നുണ്ട്, കണിമംഗലം കോവിലമാണ്, സിനിമയാക്കുന്നു എന്ന് പറഞ്ഞു. സന്തോഷം, സമാധാനം. അതിലെ ആ സീരീസിലൊരു കഥാപാത്രമായിട്ട് തന്നെയാണ് ഞാൻ അതിനകത്ത് വരുന്നത്. പക്ഷേ ആ സീരീസ് അല്ല ഈ സിനിമ. വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥയായിട്ടൊരു ബന്ധമില്ല. ഹോസ്റ്റൽ പരിപാടികളുണ്ട്, ഹൊററുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ എലമെന്റ്സും ഉണ്ട്. പിന്നെ കണിമംഗലം കോവിലകം ആ പേരെടുത്ത് ഇങ്ങോട്ട് ഇട്ടു. പിന്നെ ഇത് നല്ല രസമുള്ള പരിപാടിയാണ് ഇത്. പിന്നെ ഇവരൊക്കെ നല്ല അടിപൊളി ആർട്ടിസ്റ്റുകളായതുകൊണ്ട് എല്ലാവരും അടിപൊളിയായതുകൊണ്ടും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് എന്താവുമെന്ന് ഹൊററുണ്ട്. പേടിക്കും, കൃത്യമായിട്ട് പറ. റഫി ഓൾറെഡി കണിമംഗലം കോവിലകത്തിന്റെ ഭാഗമാണല്ലോ. ഇതിന്റെ ഒരു 5-6 വർഷം മുന്നേ ഇതിന്റെ തുടക്കം തൊട്ടിട്ടുണ്ടല്ലോ. നിങ്ങളൊക്കെ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരല്ലേ. വാട്ട് ഈസ് യുവർ ഫസ്റ്റ് മെമ്മറി കണിമംഗലം കോവിലകം എന്ന് പറയുമ്പോൾ? ആദ്യത്തെ മെമ്മറി ഭയങ്കര സന്തോഷമായിരുന്നു.
അടിപൊളിയായിരുന്നു. അവിടെ ചെന്ന് ആരാ വിളിച്ചേ? രാജേട്ടൻ വിളിച്ചത്. അങ്ങനെ രാജേട്ടൻ വിളിച്ച് ചെന്ന് ആദ്യമായിട്ടാണല്ലോ സിനിമ, വലിയ ക്യാമറ. ഞാൻ ആദ്യമായിട്ടാണ് ജിമ്പും ഞങ്ങളുടെ സിനിമയ്ക്കകത്ത് എല്ലാം കണ്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത്രയും ക്രൂവും ലൈറ്റും ഇത്രയും പാടുണ്ടെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ ഫീൽഡിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും കരുതുന്നില്ല എന്തുമാത്രം ഇവർ കഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ നല്ലതായിരുന്നു. ഇത് ഈ സിനിമ എന്നുള്ളൊരു പ്ലാൻ തലയിലുണ്ടായിരുന്നോ? ഇൻഫ്ലുവൻസർ യു ഹാഡ് അല്ലേ? സിനിമ എന്ന് പറഞ്ഞ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് ഇപ്പോഴാണ് സംഭവിക്കുന്നത്. അമ്മ എന്ത് പറഞ്ഞു? അമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പാട്ടൊക്കെ കേൾപ്പിച്ചത് മറ്റേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളെയാ? അപ്പൊ അത് കണ്ടപ്പോ ഉണ്ടല്ലോ, ആക്ച്വലി എനിക്ക് ഓർമ്മ വന്നത് എന്താ, മാമുക്കയുടെ ഒരു ഡയലോഗില് ഒരാള് വയ്യാണ്ട് അവത് പറ്റി കിടക്കുമ്പോഴല്ലേ ഇങ്ങനെ ഒരു പരിപാടി. പ്രമോഷൻ ഒന്നും അല്ല, സന്തോഷമായിട്ട് എടുത്തത്. അല്ല, ആ ഒരു മൂവ്മെന്റ് പിന്നെ കിട്ടത്തില്ലല്ലോ. കാരണം നമ്മള് വണ്ടിയെ പോകുമ്പോൾ നമ്മള് പല നടന്മാരുടെയും പാട്ട് കേൾക്കാറുണ്ട്. നമ്മൾ ഇന്നേ വരെ പണ്ട് മറ്റേ ലജ്ജാവതിയൊക്കെ ഇറങ്ങിയപ്പോ ജാസി ഗിഫ്റ്റ് സാർ പാടിയത് കേട്ടുണ്ട്, ചിന്തിച്ചിട്ട് പോലും ഇല്ല അത് നമ്മൾ ഡാൻസ് കളിച്ച പാട്ട് സാറ് പാടുക. അത് നമ്മുടെ സ്വന്തം വണ്ടിയെ പോകുമ്പോൾ അത് സ്പോട്ടിഫൈക്കകത്തിട്ട് കേൾക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിനകത്ത് പുള്ളി പാടിനകത്ത് അമ്മയെ കാണിക്കുമ്പോൾ ഉള്ളൊരു ഫീല്, അത് അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമല്ലേ. അമ്മയുണ്ട്, അമ്മ അഭിനയിച്ചിട്ടുണ്ട്. ഓ മോനെ, അപ്പൊ ഇത് ഫാമിലി ആയിട്ടാണ് എടുത്തേക്കുന്നത്, കുടുംബത്തോടേക്ക് പോരുന്നത്. അപ്പൊ ഇത് സത്യത്തിൽ ആരുടെ പ്ലാനാ? ഈ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിനെ മൊത്തത്തിൽ അങ്ങ് പൊക്കാനുള്ള പ്ലാൻ ആരുടെയായിരുന്നു? ഓഡിഷൻ ഉണ്ടായിരുന്നു, ഓഡീഷൻ വെച്ച് വന്നാണ്. ഓ നൈസ്. അങ്ങനെ നോക്കുമ്പോ കൊള്ളാട്ടോ. ഇത് ആക്ച്വലി നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നിങ്ങൾ മൂന്നാക്കും. അപ്പൊ അബി പറഞ്ഞല്ലോ അബിയുടെ ഡ്രീം സിനിമയായിരുന്നു. വാട്ട് അബൌട്ട് യു? കാരണം ഐ ഹേർഡ് യു സെയിങ് സിനിമ ആഗ്രഹമുള്ളിലുണ്ട്, പക്ഷെ അത് നടക്കുമോ, അതിനെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? കാരണം ഇതിപ്പോ സിനിമാക്കാരേക്കാൾ വലിയ സെലിബ്രിറ്റികളാണല്ലോ നിങ്ങള്. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ കയറണം എന്നൊക്കെ. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് എങ്ങനെയപ്പോൾ നടക്കുക ഈ പരിപാടി എന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഇപ്പൊ തന്നെ ഈ കാണുന്ന പോലെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഒരു നാണം വരും. അതിന്റെ കൂടെ ആൾക്കാരും കൂടി കാണുമ്പോ പോയല്ല അതും. അപ്പൊ ആ സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ കുറെ ഓഡീഷനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് എന്നെ കൊണ്ട് പറ്റിയ പരിപാടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി. പിന്നെ ആ സമയത്താണ് ആദ്യം റാഫി വിളിക്കണത്. അത് കഴിഞ്ഞിട്ട് രാജേഷ് ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോം വെച്ച് ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇത് ചെയ്യണം, ഇനി ഞാൻ ആരോടും പറയില്ല, ഇനി അവർ വിളിക്കട്ടെ. കാരണം സംഭവങ്ങൾ ചില സമയങ്ങളിലെ കാര്യങ്ങൾ വിളിക്കും, പിന്നെ വിളിക്കാറില്ല, അവർക്ക് പോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാരിസ്, ഇതിന്റെ പ്രൊഡ്യൂസർ, എന്നെ ഫോം വിളിച്ചു. അപ്പൊ അവൻ എൻ്റെ ഫ്രണ്ടാണ്, ഒരു 15 years ബിഫോറൊക്കെ എൻ്റെ ഫ്രണ്ട്. അപ്പൊ ഞാൻ കുറേ ആലും വിളിച്ചിട്ട് അപ്പൊ ഞാൻ പറയും എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പടത്തിലെടുത്തൂലേ. അപ്പൊ ഞാൻ അല്ല ഇതിപ്പോ എങ്ങനെ ഇവനറിഞ്ഞ്, ഞാനാടാ പടം പ്രൊഡ്യൂസ് ചെയ്യണത്. നോക്കുമ്പോൾ കണക്ട് ആയി വന്നു, എല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ ഇവനെ ആദ്യമേ അറിയാം, പിന്നെ രാജേട്ടനെ പരിചയപ്പെട്ട്, അങ്ങനെ ഹാരിസും ഉണ്ട്. അങ്ങനെ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിലുപരി ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണിത്. ഇങ്ങനത്തെ ഒരു മൂവിയിൽ പോയി നിന്ന് അതിലെ എല്ലാ സംഭവങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് അതെങ്ങനെയാണ് നടക്കണമെന്നൊക്കെ മനസ്സിലായപ്പോൾ ഓക്കെ സെറ്റ്. ഇനി നമ്മൾ കുറെ ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലേ അവിടെ അടിപൊളിയാവും, എത്താൻ പറ്റുള്ളൂ, അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ പരിപാടി സെലിബ്രിറ്റി പരിപാടി കഴിയുമ്പോൾ നിങ്ങളെ കൊണ്ട് കുപ്പിയിലിട്ട് വെക്കുകയാണ്? പ്രത്യേകിച്ച് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല, കുറെ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. ഉപ്പിലിട്ട് വെക്കുമോ? എന്റെ ഫേസ്ബുക്കിലെ ഫസ്റ്റ് ഫോട്ടോ പുള്ളിയുടെ. ഞങ്ങളൊരു നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരേ പ്രായക്കാരാ. പക്ഷെ ഞങ്ങള് മറ്റേ ഈ പണ്ടത്തെ ട്രെൻഡ് സെറ്റർ ഉണ്ട്, ഇങ്ങനെ കയ്യിലിടുന്ന സാധനം, സ്റ്റൈല്, ഹെയർ, ഇടുന്ന ഉടുപ്പുകള്, ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോ സാധനങ്ങള് അല്ലേ? ഇതൊക്കെ നിങ്ങളുടെ സ്വന്തമാണോ അതോ ഡു യു ഹാവ് എ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ്? എനിക്ക് എന്റെ സ്വന്തം തന്നെയല്ലോ, സ്വന്തം കട ഉണ്ട് എനിക്ക്. അല്ല ഞാൻ പറഞ്ഞ അത് സ്വന്തം അല്ല, വേറെ മേടിച്ചൊന്നല്ല, സ്റ്റൈലിസ്റ്റ് ഉണ്ടോന്ന്. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ടാ? എനിക്ക് 6 ഇത് വേണ്ടത് ഞാൻ തന്നെ. നൈസ് കേട്ടോ, ഭയങ്കര രസമാണ് നിങ്ങളെ കാണാൻ. ഐ മീൻ ലൈക്ക് ഇൻസ്റ്റയിലൊക്കെ ഉണ്ടല്ലോ കാണാൻ ഭയങ്കര സ്റ്റൈലിഷ് മനുഷ്യനാ. ഈ ചില ആളുകൾ അവരെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കണാകുമ്പോൾ നമുക്കൊരു ഭയങ്കര രസം തോന്നില്ലേ? ഞാൻ ഭംഗി മാത്രമല്ല കേട്ടോ ഉദ്ദേശിച്ചത്, മൊത്തത്തിൽ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര കാണാൻ നല്ല രസമാണ് അല്ലേ കുട്ടികളെ? നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ, ഭയങ്കര രസം. അങ്ങനെ ഒരാൾ കൊണ്ടു നടക്കുന്ന സെൽഫ് ലവ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ ചാണ്ടി, കമോണ്ടറ മഹേഷ് പറ. എന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. സീരിയസ്ലി അല്ലല്ലോ ഞാൻ പറയുന്നത്, എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അച്ഛനും ഞങ്ങള് 4 ഗേൾസാ വീട്ടില്.
അപ്പോൾ ഈ മറ്റേ മൂവിയിലൊക്കെ ഈ ആഡ് വരുന്ന ടൈമിൽ അച്ഛനൊക്കെ ചോദിക്കും നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പൊക്കൂടെ എന്നൊക്കെ ചോദിക്കും അഭിനയിക്കാൻ. ഓ പിന്നെ ഇതിനൊക്കെ എന്തിനാ വെറുതെ പോകണമെന്നൊക്കെ പറയും. എന്നിട്ട് ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫാഷൻ ഡിസൈനിങ് ആണ് കൂടുതൽ താല്പര്യമുള്ളത്. അപ്പോൾ ഞാൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച് വന്നു. പിന്നെ എനിക്കൊരു 2022 ഒക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് ഫേമസ് ആയ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികം കുറച്ച് ഫേമസ് ആയ കൊള്ളാമെന്നുള്ള. അപ്പോൾ ഞാൻ പിന്നെ മീഡിയ കമ്പനിയിൽ ഇൻ്റർവ്യൂസിന് പോയി, അങ്ങനെ കിട്ടി. അപ്പോൾ 2-3 കൊല്ലമായിട്ട് ഇപ്പം അങ്ങനെ വർക്ക് ചെയ്യാണ്. അതിൻ്റെ ഇടയിലാണ് രാജേഷേട്ടൻ വിളിച്ചത്. അപ്പോഴെനിക്ക് മൂവിയുടെ കാര്യം പറയുകയാണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ വീഡിയോ കണ്ടിട്ട് വല്ല ഷോർട്ട് ഫിലിം എങ്ങാനും വിളിക്കാനായിരിക്കുന്നു. പിന്നെയാണ് അവർ പറഞ്ഞ മൂവിക്കാണെന്ന്. അപ്പോൾ ആകെ സ്റ്റക്കായി നിന്ന്. പിന്നെ വീട്ടിലൊക്കെ ചോദിച്ചപ്പോൾ അമ്മയും അച്ഛനൊക്കെ ഭയങ്കര ഹാപ്പി ആയി. പിന്നെ എന്തായാലും അപ്പോൾ ഒന്നുകൂടി ഫേമസ് ആവാമല്ലോ സിനിമയിൽ അഭിനയിച്ചോ, അങ്ങനെ വന്നു. എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ഇപ്പൊ സിനിമകളൊക്കെ വന്നാൽ അങ്ങ് ചെയ്യാം എന്ന് സെറ്റ് ആയോ? ഒരു കോൺഫിഡൻസ് ആയോ? സിനിമകൾ നല്ല നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ ചെയ്യണം എന്നൊക്കെയുണ്ട്. എനിക്ക് കൂടുതൽ ഡിസൈനിങ് ആണ് ഇഷ്ടം, ഫാഷൻ ഡിസൈനിങ് ആണ് ഇഷ്ടം. അതിന്റെ ഇടയിൽ കൂടി ചെയ്യാലോ. ഇവർക്കൊക്കെ അങ്ങ് ഡിസൈൻ ചെയ്യേ ഇരിക്കല്ലേ? ഇവർക്കൊക്കെ ഡിസൈൻ ചെയ്യാൻ അജയ്ക്ക് ഉണ്ട് ഇവിടെ. സ്റ്റൈലിസ്റ്റ്. താങ്കളാണ് ഇവരുടെയൊക്കെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ്. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലും ഈ വർത്താനോട്ട് യാതൊരു മാച്ചും ഇല്ല കേട്ടോ, സത്യമായിട്ടില്ല. ഈ ക്യാമറ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലെ? ക്യാമറ ഇല്ലെങ്കിൽ വേറെ ആളാണ്. പ്രൊമോഷൻ കൂടി കൊടുത്തു സെറ്റാണ് അല്ലേ? അമ്മു പറയുമ്പത്തേ എന്തൊക്കെയുണ്ട് വിശേഷം? വയ്യാണ്ടിരിക്കാണ്, അതാണ് ഇങ്ങനെ മൂലയ്ക്ക് പോയിരിക്കുന്നത് അല്ലേ? എന്നാലും നമുക്ക് പറയാണ്ട് വേറെ വഴിയില്ലല്ലോ അല്ലേ? റീൽ സ്റ്റാർ, കണിമംഗലം കോവിലകത്തെ റീൽ സ്റ്റാർ അല്ലേ? അത് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏടുകളാണ് സിനിമയിൽ കൊടുത്തേക്കുന്നത്. ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്യാത്തൊരു കാര്യമായിരുന്നു അത്. എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു പെട്ടെന്ന് ഒരു രാത്രി അങ്ങനെയൊക്കെ ആയിരുന്നല്ലേ ജീവിതം എന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ഈ ഇൻഫ്ലുവൻസർ ജേണിയുടെ തുടക്കം ഇടുന്നത് കാരണം ഇത് തുടങ്ങണല്ലോ നമ്മള്. ഇപ്പോഴാണല്ലോ ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം. എവ്രിബഡി ഈസ് എൻ ഇൻഫ്ലുവൻസർ ലൈൻ വരുന്നത്. അതിന് മുന്നേ ഈ ഇൻഫ്ലുവൻസർ പരിപാടി തുടങ്ങുന്ന ഇതിന്റെ ഏറ്റവും ബിഗിനിങ് എന്തായിരുന്നു? അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വെറുതെ ഞാൻ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു എന്നേക്കാൾ നന്നായിട്ട് നീ ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ നിനക്ക് ചെയ്തുകൂടെയെന്ന്. അങ്ങനെ ഞാൻ വെറുതെ സ്റ്റാർട്ട് ചെയ്തതാ. എന്നിട്ട് പിന്നെ അതിന് നല്ല റെസ്പോൺസ് കിട്ടി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ എനിക്ക് കുറച്ചൊക്കെ അഭിനയിക്കാൻ അറിയാമല്ലേ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം കൺസിസ്റ്റൻസി ആയിരുന്നു മെയിൻ. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ നോക്കി, ഗിവ് അപ്പ് ചെയ്തില്ല. ഇനിയിപ്പോൾ ഒരു വീഡിയോ മോശമായാലും കുഴപ്പമില്ല, അടുത്ത വീഡിയോയിൽ കയറി പൊക്കോളും എന്നുള്ളൊരു ആ ഒരു വിശ്വാസം. എന്നിട്ട് എപ്പോഴും ഈ സാധനം കയറി വൈറലായത് കാരണം അമൃത അമ്മൂസ് എന്ന് പറഞ്ഞ പ്രൊഫൈൽ ഒരു ഓക്കെ കേട്ടോ കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ ഒരു ചെറിയ ഇൻഫ്ലുവൻസർ ആയിട്ടുണ്ടെന്നൊരു ഫീല് സ്വയം തോന്നിയത്? അങ്ങനെയില്ല, അത് ഐശ്വര്യറായി ടോക്ക് വന്നപ്പോഴാണ്. ഞാനൊക്കെ ആക്ച്വലി ആ സമയത്ത് റേഡിയോയിൽ വെക്കുമ്പോ വിളിക്കാൻ നോക്കിയിട്ടുണ്ട്. ആ ന്യൂസ് വന്നിട്ട് ഓൺലൈനിലൊക്കെ ഈ ന്യൂസ് വന്നിട്ട് ഞാൻ പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല കുട്ടീനെ. എന്നെ കിട്ടിയില്ല, എനിക്ക് എന്നെ മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത്. എന്താ മറ്റേ സലിംകുമാർ ലൈൻ, ഇതിപ്പോ എനിക്ക് ഒട്ടായതാണോ നാട്ടുകാർക്ക് മുഴുവൻ ഒട്ടായതാണോ? സത്യം 2 ദിവസം എടുത്ത് റിയലൈസ് ചെയ്ത് വരാൻ. പക്ഷെ അന്ന് കിട്ടിയ ഒരു ബൂം കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാരെ എടുത്തിട്ട് തേക്കാനും തുടങ്ങിയല്ലോ. അപ്പൊ എന്തുണ്ടായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു? അതെന്താന്ന് വെച്ചാൽ ഹാൻഡിൽ ഇട്ട് അതാ ഞാൻ ചോദിച്ചത്. ഇങ്ങനെ തന്നെ നിക്കണോ ഓക്കെ, ഇതിങ്ങനെ ഇങ്ങോട്ട് പോകുമ്പം എന്തോ ഒരു വീഴ്ചക്ക് ആക്കം കൂടുന്നു അല്ലേ? പക്ഷെ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല ആൾക്കാരുണ്ട് കേട്ടോ, കുറെ സപ്പോർട്ട് ഇപ്പോഴും നല്ലപോലെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അത് സത്യം. മനുഷ്യർ തന്നെയാണ് നമ്മളെ താഴ്ത്തുന്നത്. സെലിബ്രിറ്റീസിന് നല്ല ഇപ്പൊ സിനിമക്കാർക്ക് പറയില്ലേ ഒരു ഹിറ്റ് ഭയങ്കര അത്യാവശ്യമാന്ന് പറയണ പോലെ നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിന് ഈ പറയുന്നത് പോലെ ഒന്ന് വൈറലാവൽ അത്യാവശ്യമാണ് അല്ലെ? ആ ഒരു റെക്കഗ്നീഷൻ ഇറ്റ് വാസ് നൈസ്. ഈ പറഞ്ഞ പോലെ വീഡിയോസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നിന്റെ വീഡിയോ, അതായത് ഈ MBA ഒക്കെ കഴിഞ്ഞിട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കും, ജോലി കിട്ടാണ്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയം, അന്ത സമയത്ത് നിന്റെ വീഡിയോ കൊള്ളാം എന്ന് പറഞ്ഞ അന്ത കൂട്ടുകാരി എന്ത് ചെയ്യുന്നു ഇപ്പൊ? ഇപ്പൊ അവള് ചെന്നൈയിൽ ഏതൊരു വലിയ IT കമ്പനിയിൽ ജോലി ചെയ്യുക, വർക്ക് ഫ്രം ഹോമാ, കുഞ്ഞൊക്കെ ഉണ്ടായി, ഇപ്പൊ അതിനെ നോക്കിയിരിക്കുക. അപ്പം അവളാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. ഇതിന്റെ ഒരു തുടക്കം അവിടെ നിന്നാണല്ലോ, ആളുടെ ഒരു പറച്ചിലിന്നാണല്ലോ. അതെ അതെ, അതിന് മുമ്പേ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം നാട്ടിലെല്ലാവരെയും വിളിക്കും വീഡിയോ ചെയ്യാൻ, അപ്പൊ ആരും വരത്തില്ല. എനിക്ക് പിന്നെ ആരും നോക്കിയിരിക്കുന്ന സ്വഭാവമില്ല. സിനിമ ആണ് 5 പേര് ടിക്കറ്റ് എടുത്താൽ 4 പേര് വന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോകും. അങ്ങനെ ആ നോക്കിയിരിക്കത്തൊന്നുമില്ല. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് ചെയ്യാൻ തുടങ്ങി. അപ്പം പിന്നെ അടുത്തുള്ള അമ്മയാ, പിന്നെ എല്ലാവരും എബ്രോഡ് പോവാ. അപ്പം വീട്ടുകാരോട് ഭയങ്കര കണക്ഷൻ അല്ലേ, അപ്പം അമ്മയെ വെച്ച് ആ സെന്റിമെന്റ്സ് മുതലെടുക്കാന്ന് വെച്ച് അങ്ങനെ MBA പഠിച്ചതിന്റെ ഗുണമാണ് പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന അമ്മയെ വെച്ചും വീട്ടുകാരെ വെച്ചാ. അപ്പൊ ആ ഒരു കണക്ഷൻ യൂസ് ചെയ്യാന്ന് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത്. അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ MBA പഠിച്ചത് കൊണ്ട് മനസ്സിലായി ആ ഉള്ളിലുള്ള ബിസിനസ്. ആ സ്റ്റഡിയിൽ നിന്നും താങ്കൾക്ക് മനസ്സിലായ
ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വർക്കാവുന്ന സാധനങ്ങൾ കുറച്ച് പറഞ്ഞേ. സോഷ്യൽ മീഡിയയിൽ എന്തും വർക്കാവും. അത് എന്ത് കാര്യമായിട്ട് നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ട് വർക്കാവാത്ത എല്ലാ സംഭവം പോകുന്നില്ലേ, എല്ലാ ജോണർ വീഡിയോസും പോകും. പക്ഷെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി, അക്സെപ്റ്റ് ചെയ്യുന്ന രീതി എടുക്കണം. പ്രസന്റ് ചെയ്യുന്ന രീതി ഭയങ്കര വ്യത്യാസം, അതേ ഉള്ളൂ. അല്ലാതെ എന്ത് ജോണറും പോകും. ഈവൻ ഇപ്പോൾ ഒരാൾ ചിരിക്കുന്ന ഇട്ടാലും നമ്മൾ മറ്റേ അതിനകത്ത് ക്വാളിറ്റി ഒരു വിഷയമല്ല, കണ്ടന്റ് ഒരു വിഷയമല്ല, ഒന്നുമല്ല. നമ്മൾ എന്ത് വിഷയം വന്നാലും ഒരു അച്ഛൻ മറ്റേ പടക്കം പിടിച്ച് ഓടി വീഴുന്നല്ലേ എടുക്കുന്നത്. കാരണം അത് അത്ര കോമഡി ഉള്ളതുകൊണ്ട്. അത് 3GP എന്തോ ആണ്, എന്നാലും നമ്മൾ കാണുന്നില്ലേ. അത് ആ ഒരു സംഭവം അടിപൊളിയായിരിക്കണം, അത്രേ ഉള്ളൂ. ചെയ്യുന്ന സാധനം അടിപൊളിയായിരിക്കണം. ചുമ്മാ ഒന്ന് ചെയ്ത് വൈറലാകാൻ പറ്റൂല. വൈറലാവുന്നതല്ല, അത് കഷ്ടപ്പാടിൻ്റെ ഒരു വില, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഒരു ഇത് കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയേക്കുന്നത്. എനിക്ക് വന്ന ഇത് വെച്ച് ഒരു വീഡിയോ ഹൈപ്പ് കിട്ടി ഓക്കെയാണ്, പക്ഷെ അത് നിലനിൽക്കാൻ ഭയങ്കര പാടാണ്. അത് അത്രയ്ക്കും നമ്മൾ അത് ടൈം സ്പെൻഡ് ചെയ്യണം. ഇതുണ്ടല്ലോ ഇപ്പൊ അതായത് ഈ ഇൻഫ്ലുവൻസർ ജേണി എന്ന് പറയുമ്പോൾ ഞാൻ RJ ആയിരുന്നോണ്ട് വളരെ കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പരിപാടി നിങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ദിസ് ഇസ് ബ്ലഡി ഡിഫിക്കൾട്ട് എന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. കാരണം ഇത് ജീവിക്കലില്ലല്ലോ, നമ്മൾ പിന്നെ എവിടെ നിന്ന് കോണ്ടന്റ് കിട്ടുന്നുള്ള ആലോചനയിലാണല്ലോ പിന്നെ അങ്ങോട്ട് ജീവിച്ചു തുടങ്ങുക. അപ്പം അത് പറ്റാത്തതുകൊണ്ട് മാത്രം അങ്ങനെ നിൽക്കുന്നത്. അപ്പം ദിസ് ഇസ് വെരി ഡിഫിക്കൾട്ട്. ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് തോന്നൂല്ലോ ദൈവം ഇതങ്ങ് നിർത്തിയാലേ. കാരണം എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്, ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പോയി പേഴ്സണൽ ലൈഫ് നോക്കി ജീവിച്ചാലോ എന്ന്. ഹാവ് യു ഗൈസ് എവർ ഫെൽറ്റ് ദാറ്റ്? അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കണത്. ഒരു സാധാരണ വർക്ക് ചെയ്യുന്ന പോലെ അല്ല. നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ 24 hour നമ്മൾ ആർട്ടിസ്റ്റ് ആവും. 24 hour നമ്മൾ എന്ത് വെറുതെ ഇരുന്നാൽ പോലും നമ്മൾ ചിന്തിക്കുന്നത് അടുത്ത് എന്ത് ചെയ്യാം, അതിനെ പറ്റിയാ ചിന്തിക്കുന്നത്. അതാണ് ഇവിടെ എത്തിച്ചത്. എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ പറ, കുഴപ്പമില്ല, പോട്ടെ, എനിക്ക് മനസ്സിലായി. ഞാൻ മീഡിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറെ ടീമായിട്ടാ. അപ്പൊ പിന്നെ നമുക്ക് കോണ്ടന്റ് ക്ഷാമം അങ്ങനെ ഇല്ല. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ല. ടീമായിട്ട് ചെയ്യുന്ന ടൈമിൽ ചായ ഒക്കെ കുടിക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടും കോണ്ടന്റ്. വട എടുക്കുന്നു. സാധാരണ പ്രൊഫഷണൽ ആക്ടേഴ്സിന്റെ കൂടെയാണല്ലോ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ്, ഫുൾ ഓഫ് ഇൻഫ്ലുവൻസേഴ്സ്, ഒരു ഗ്യാങ് നിറച്ച് ഇൻഫ്ലുവൻസേഴ്സ്. പിന്നെ ഇതില് ആ വെബ് സീരീസിൽ ഉണ്ടായിരുന്ന ആക്ടേഴ്സ് അല്ലേ, അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്ര ഹൈ? ഇപ്പം കമ്പാരിറ്റീവ്ലി ഈ കൂട്ടത്തില് ഒരു സീനിയർ ആക്ടർ താങ്കളല്ല. ചേച്ചി ഞാനിങ്ങനെ വന്നില്ലേ, നമുക്കിതറിയാലോ. എനിക്ക് തോന്നുന്നു കണ്ടന്റ് ഏകദേശം 2017 നമ്മൾ തുടങ്ങിയതാണ് പരിപാടിയാണ്. മ്യൂസിക്കൽ ഡബ് സ്മാഷ് ഇല്ലേ, ഡബ് സ്മാഷിന് മ്യൂസിക്കലി വന്നു, മ്യൂസിക്കലിൽ നിന്ന് ടിക്ടോക്ക് വന്നു, ടിക്ടോക്കിൽ നിന്നാണ് നിർത്തിയപ്പോഴാണ് പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസും പരിപാടിയൊക്കെ വരുന്നത്. അന്നത്തെ സമയത്ത് കോമ്പറ്റീഷൻ ഒന്നും ഇല്ല. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അത് ഇങ്ങനെ ആദ്യം എനിക്കൊരു കുറച്ച് ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മനസ്സിലായത് ഇപ്പോൾ ഇനി സിനിമ കിട്ടിയ ഓക്കെ, ഇനിയിപ്പോൾ നല്ല സിനിമകൾ ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നതിന് ശേഷമാണ് കോൺസെപ്റ്റ് വന്നു. ഇതാണ് എൻ്റെ തൊഴിൽ, പിന്നെ അതെന്നെ സ്നേഹിച്ചു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവരുടെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നി. ഞാനിങ്ങനെ വന്ന ആളായതുകൊണ്ട് ഓക്കെ, എല്ലാവരും അടിപൊളിയല്ലേ, നമ്മുടെ സിനിമ നന്നാവട്ടെ, നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ഇവർ എന്ത് തരുന്ന എല്ലാം നല്ല 100% അടിപൊളി ആയിരിക്കട്ടെ എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളായിരുന്നു. ഇപ്പം ഇന്ന ഇൻഫ്ലുവൻസറാണ്, അതാണ്, ഇതാണെന്നും ഇല്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും അങ്ങനെ എല്ലാവരും ഒരു കുടുംബം പോലെ നല്ല അടിപൊളിയായിട്ട് പരിപാടി പിടിച്ച് വെച്ചിട്ടുണ്ട്. സെറ്റാണെന്നാണ്. ഫൈനൽ പ്രോഡക്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടോ? ഇല്ല, സിനിമ കണ്ടിട്ടില്ല. ഓ, അത് തിയേറ്ററിൽ കാണുള്ളൂ. പിന്നെ തിയേറ്ററിൽ അതല്ലേ ഉള്ളിൽ ഇങ്ങനെ എരിഞ്ഞോണ്ടിരിക്കുന്നത്. ടെൻഷനില്ല. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള സിനിമകളുടെ സെക്കൻഡ് പാർട്ട് ഇറക്കുമ്പോൾ അതിന്റെ ടീമിന് ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടാവുമല്ലോ. കാരണം ഈ സാധനം ഓൾറെഡി ഹിറ്റാണ്, അത് ആളുകൾ സെലിബ്രേറ്റ് ചെയ്ത സാധനമാണ്. രണ്ടാമത്തെ പാർട്ട് എടുക്കുമ്പോൾ നമ്മൾ അതുക്കും മേലെ ഒരെണ്ണം വെക്കണം, ഒന്നില്ലെങ്കിൽ അതേ ലെവൽ അല്ലെങ്കിൽ അതുക്കും മേലെ വെക്കണം. ഇതേ ടെൻഷൻ ഇതിനുണ്ടല്ലോ, കാരണം വെബ് സീരീസിന് കുറച്ചും കൂടി റീച്ച് ഉണ്ട്. അത് അന്ന് വൻ ഹിറ്റായ സാധനമാണ്. അപ്പൊ കറക്റ്റ് ഇതിന്റെ ഈക്വൽ അല്ലെങ്കിൽ ഇതുക്കും മേലെ വരണം, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാട്ടി ടെൻഷൻ അടിക്കേണ്ടത് രാജേട്ടൻ തന്നെയാണ്. കാരണം ഈ പറയുന്ന വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാതെ ഇത്രയും ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് ഇത്ര ഒരു ബഡ്ജറ്റിൽ ഒരു പടം എടുത്ത് വെച്ചിരിക്കുന്ന പുള്ളി വേറെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മളെക്കാട്ടിയും കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട പുള്ളിയാണ്. പുള്ളി ഒരു പ്രോസസ്സ് നമുക്ക് പിടിച്ചു. നമ്മുടെ എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഇമോഷൻസ്, നമ്മളെ റിയാക്ഷൻസ് ഒക്കെ കറക്റ്റാണോ നോക്കി ചെക്ക് ചെയ്ത് എല്ലാം പിടിച്ച് നമ്മൾ എത്ര ആക്കി. ഇപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂ പറയുന്ന വരെ ലെവലൊരാക്കി തന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന പുള്ളി തന്നെ ആയിരിക്കും, ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന രീതിയിലും പിന്നെ ആരിസ് ഭായ് എല്ലാവരും. നമ്മൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ട് സത്യം പറഞ്ഞു. എങ്ങനെയും ഇത് വർക്കാവട്ടെ എന്നുള്ള സാധനമേ ഉള്ളൂ.
വർക്കാവുക ആവട്ടെ അങ്ങട്. ആവട്ടെ. സെലിബ്രിറ്റീസിനോടൊക്കെ പറ. ഇത് സീരീസ് തുടങ്ങിയ സമയത്തെ നരേഷന് ലാൽജോ സർ, അജിത് ചേട്ടൻ, ചേട്ടൻ ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ഫുൾ ഓഫ് ചെയ്തു? ഞാൻ അത് കണ്ടപ്പോ ആദ്യം ആലോചിച്ചത് ഒരു സീരീസിൽ അജിത് ചേട്ടൻ ലാൽജോ സർ ഒക്കെ ഇൻട്രോ നരേഷനൊക്കെ കൊടുക്കുന്നത്. അത് എൻ്റെ ഫസ്റ്റ് ഇൻട്രോ പറയുന്ന ചേട്ടനാണ് ഫസ്റ്റ് ഇൻട്രോ പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റേ എന്താ പറയുക കിളിപോയ സമയമായിരുന്നു അതൊക്കെ. ഒന്നും അറിയാത്ത എന്താ സംഭവിക്കണമെന്നുള്ള സാധനം ഉണ്ടല്ലോ. അന്നത്തെ സമയത്ത് അച്ചുവേട്ടനൊക്കെ ഭയങ്കര ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്ന പരിപാടിയല്ലേ. അപ്പം വലിയ സിനിമകളൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ചെയ്യുക. പിന്നെ ഒന്നും നമുക്ക് അറിയത്തുമില്ല. നമ്മൾ ഇൻട്രോ ഒക്കെ പുള്ളി പറയുന്നത് നമുക്ക് ഭയങ്കര സംഭവമായിരുന്നു. അത് ഈ ഡയറക്ടർ രാജേട്ടൻ ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. സിനിമാ കമ്പനി തൊട്ട് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നതാണ്. 10-13 വർഷം എന്തോ. ആ ഒരു കണക്ഷൻ ഉണ്ടെന്നു അങ്ങനെയൊക്കെ വന്നത്. എന്തായാലും ആ ഇൻട്രോ ഭയങ്കരമായി പ്രേക്ഷകരുടെ ഇടയിൽ കുടുംബത്തിലും ചെല്ലാൻ പറ്റി, യൂത്തിൻ്റെ ഇടയിൽ ചെല്ലാൻ പറ്റി ഒരു ടൈമിൽ. അങ്ങനെ വന്ന് കയറിയപ്പം പിന്നെ ചേട്ടൻ ഈ സീരീസ് കഴിയുമ്പോൾ തീപ്പെരിപ്പിൻ്റെ തന്നു. അപ്പോൾ അർജുനായിട്ട് കണക്ഷൻ കിട്ടി. അത് ഭയങ്കര ഒരു ബോണ്ടായിരുന്നു. ഞങ്ങൾ ഭയങ്കര കണക്ഷനായി. അത് നേരെ സുമതി കിട്ടി. അതും എൻ്റെ പടം. അത് നേരെ തലവരയിലോട്ട് അടിച്ചു. അതൊരു നല്ലൊരു പാത്തായിരുന്നു. ഒരു 2-3 വർഷം ഭയങ്കര ഒരു രസകരമായിട്ടുള്ള സാധനം. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി ഏതെങ്കിലും ഒരു സിനിമയുടെ നല്ലൊരു സിനിമയുടെ ഭാഗമാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് എന്തായാലും പഠിച്ച സഹായിച്ച് തലവരയിൽ കിട്ടിയത്. ആ കഥാപാത്രം രജിസ്റ്ററായി. നല്ലൊരു നല്ല അടിപൊളി പടമാണ്. അഖിലേട്ടന് നന്ദി, എൻ്റെ ഷെവിനിക്കാക്ക് നന്ദി, അവന് നന്ദി, എല്ലാവർക്കും കൂടെ അവര് എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്. ഭയങ്കര കുഞ്ഞു സിനിമ, പക്ഷെ ഭയങ്കര രസമുള്ള സിനിമ, നമ്മുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. നല്ല രസമുള്ള സിനിമ. അപ്പൊ ആ ഒരു കണക്ഷൻ അവനോട്ടുണ്ടായതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ പറഞ്ഞ മാതിരിയേ, അതായത് ഇപ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്പർ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. കാരണം എല്ലാവർക്കും ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലുണ്ട്. എല്ലാവരും അവർക്ക് പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കോണ്ടന്റ് ക്രിയേഷൻ. ഇതൊന്നും അല്ലാത്ത സമയത്ത്, അതായത് ഭാരത് പെട്രോളിയത്തിലെ എഞ്ചിനീയർ ആയിരുന്നു. അവിടെ നിന്ന് അതായത് ഇത് ഇങ്ങനെ ഒരു ഇതും ഇല്ലാണ്ട് ഈ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു മനുഷ്യൻ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവ് ആവണമെന്ന് തീരുമാനിക്കാൻ ഒരു റീസൺ വേണമല്ലോ. വാട്ട് മെയ്ഡ് യു ഡു ദാറ്റ്? കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടിട്ടാണ് ആളുകൾ അത് ചെയ്യുന്നത്. വാട്ട് മെയ്ഡ് യു ഡു ദാറ്റ്? അന്നത്തെ സമയത്ത് എന്ന് വെച്ചാൽ റിയാലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണൊക്കെ കിട്ടി ഇങ്ങനെ പോകുന്നൊരു സമയം. അപ്പം ഉണ്ട് ഇപ്പം ഈ പടത്തിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവനില്ലേ, അവനൊക്കെ കുറേ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന്. എനിക്കാണെങ്കിൽ ഗേൾ ഫ്രണ്ട്സും ഇല്ല, ആരുമില്ല. ഇവരൊക്കെ സംസാരിക്കും. ഞാൻ മ്യൂസിക് എടുത്തു അന്ന് സ്റ്റാർട്ടിങ് നോട്ട് നൗ. അപ്പോഴാണെങ്കിൽ തൃശ്ശൂര് അന്ന് ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ട്. അവനാണെങ്കിൽ ഫുള്ള് നടന്ന് ഒരു ഫോട്ടോ ഇട്ട 100 ലൈക്സും സംഭവങ്ങളൊക്കെ. അങ്ങനെ ഞാൻ വിചാരിച്ചു, അന്നാണെങ്കിൽ എനിക്ക് ഫേസ്ബുക്കും ഇല്ല, അത് ഇവരെ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞാൻ ക്ലാസ്സിൽ കയറുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ 70 പിള്ളേരുണ്ട്. അപ്പോൾ എനിക്ക് ഈ 100 ലൈക്കിനും കൂടുതലാവണം. അപ്പം ഞാൻ ക്ലാസ്സിൽ കയറുന്നത് നേരെ പോയിട്ട് എല്ലാവരും ഫോം മേടിച്ചിട്ട് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് 70 ലൈക്കാവും. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഒരിക്കും 70 ലൈക്കാണ്, എന്നാൽ നമുക്ക് ലൈക്ക് ഇടാം. അപ്പോൾ അത് 100 പിന്നെ അത് 1000 പിന്നെ കുറേ പേജുകളിലൊക്കെ വന്ന് ഞാൻ തന്നെ അറിയാണ്ട് ഞാൻ തന്നെ എങ്ങനെയൊക്കെ ഫേമസ് ആയി. പിന്നെ ഞാനത് വിട്ടില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതായി ഇപ്പോഴും പിടിച്ചോണ്ട് നിന്നു. അല്ല ഗേൾഫ്രണ്ട് ഒക്കെ പിന്നെ അത് കഴിഞ്ഞു. പക്ഷെ അത് മറന്ന് ഇതിലേക്ക് കൂടെ ഇങ്ങനെ പോയി. പിന്നെ അടിപൊളി. അതായത് നമ്മള് പ്രതീക്ഷിക്കുന്നതിലല്ല അത് പഠിച്ചോനെ ഒരു സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാനഡയിൽ പോകാനും ഓസ്ട്രേലിയയിൽ പോകാനൊക്കെ എൽസിന് പോയിട്ട് ജോയിൻ ചെയ്ത് എല്ലാത്തിലും പൊട്ടു കിട്ടണമില്ല, ഇത് പാസ്സാവണമില്ല. അങ്ങനെ ഒരു കൊല്ലം പോയി. ലാസ്റ്റ് ഞാൻ വീട്ടിൽ പറഞ്ഞു വേണ്ട ദുബായ് പോയി പണിയെടുക്കാം. അങ്ങനെ ദുബായ് എത്തി. അതും നല്ല ഡിസിഷനായിരുന്നു. കാരണം പോകുന്ന വഴികളിൽ നമുക്ക് എഴുതി വെച്ചേ കിട്ടുള്ളൂ. അവിടേക്ക് എത്തിച്ചു, പിന്നെ അവിടെ അടിപൊളിയാക്കി തന്ന്, പിന്നെ ഞാനത് പിടിച്ചങ്ങോട്ട് പോയി. ഇപ്പൊ ഏതൊക്കെ രാജ്യക്കാര് ഫാൻസ് ഉണ്ട്? അയ്യോ അതെനിക്കറിയില്ല. ഇല്ല പുറത്ത് പോയി ഇപ്പൊ 10-40 രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടില്ലേ? അവിടെ ചെല്ലുമ്പോ ഇപ്പൊ മലയാളികൾ അല്ലാണ്ട് ബാക്കിയുള്ള ആളുകളും നമ്മൾ അറിയില്ലല്ലോ, അതുകൊണ്ട് ട്രാവൽ ചെയ്യുമ്പോ രസമല്ലേ? ആണോ? ആർക്കും മനസ്സിലാവില്ല. എങ്ങനെ മനസ്സിലാവാത്ത? ഐ മീൻ മലയാളികളും ഹിന്ദിക്കാർക്കൊക്കെ അറിയൂ, അല്ലാണ്ട് ഇപ്പൊ ദുബായിലുള്ള കുറെ ആൾക്കാർക്ക് അറിയണ്ടാവും. ഈ ഇൻഫ്ലുവൻസർ ജേർണി തുടങ്ങി കഴിഞ്ഞിട്ടേ ഓക്കെ ഐ എം ഇൻ ദ റൈറ്റ് പാത്ത് എന്ന് നമുക്ക് തോന്നുന്നൊരു മൊമെന്റ് ഉണ്ടാവുമല്ലോ. അതായത് ഒരു ഭയങ്കര കോണ്ടന്റ് ഫീൽ തരുന്ന ഒരു സന്തോഷം തരുന്നൊരു സമയം, അതേതായിരുന്നു? അത് ഞാൻ അബുദാബിയിൽ ജോലിക്ക് പോയി. എനിക്കൊരു ചെറിയൊരു സാലറിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. കാരണം വേറെ ഓപ്ഷൻ ഇല്ല. ഇനി വർക്ക് ചെയ്ത് ഉപ്പാനൊക്കെ ജോലിയൊക്കെ നിർത്തി വീട്ടിൽ കൊണ്ടൊന്ന് ഇരുത്തണം. ഇനി പ്രാരാബ്ധമായി സെറ്റായി, ഇനി പണിയെടുക്കണം. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക്
ഉച്ചയ്ക്ക് ഒരു മണിക്കൂറിൽ ബ്രേക്ക് കിട്ടും, ലഞ്ച് ബ്രേക്ക്. അപ്പോൾ ചോറ് കഴിക്കാൻ പോകുന്ന സമയത്ത് എനിക്കൊരു വർക്ക് കിട്ടി ഒരു സ്യൂട്ടിൻ്റെ കമ്പനിയിൽ. ഇവിടെ എനിക്ക് വർക്കൊക്കെ കിട്ടാറുണ്ട്, പക്ഷെ ചെറിയ ചെറിയ വർക്കുകളാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ആ ഒരു മണിക്കൂർ ഗ്യാപ്പിൽ പോയിട്ട് ഞാൻ ആ വർക്ക് ഫോണിൽ എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് ഇടിപ്പിച്ച് അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഒരു 3 മാസത്തെ സാലറി കിട്ടി. അപ്പോൾ ഞാൻ ഇത് കൊള്ളാമല്ലോ പരിപാടി. അപ്പോൾ ഞാൻ വിചാരിച്ചു, പിന്നെ ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി എഞ്ചിനീയറിംഗ് വർക്ക് നിർത്തി മീഡിയ കമ്പനി കയറി. അങ്ങനെ ആ മീഡിയ കമ്പനിയിൽ സെയിൽസിൽ വർക്കിന് കയറി. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് പിടിക്കുകയാണെങ്കിൽ എനിക്ക് സെയിൽസിൻ്റെ കമ്മീഷൻ കിട്ടും, സാലറിയും കിട്ടും, അവരുടെ ഇൻഫ്ലുവൻസറും ഞാൻ. അങ്ങനെ ആയി. പിന്നെ അപ്പോൾ അവിടെ നിന്ന് പഠിച്ച് പിന്നെ എല്ലാ ഇൻഫ്ലുവൻസർമാരായിട്ട് കണക്ട് ആയി. അങ്ങനെയൊക്കെ പിന്നെ സെറ്റായി. താങ്കളൊരു കോടിപതിയാണല്ലേ. ഞാൻ ആലോചിച്ചത് ഞാനില്ലേ നിങ്ങൾ മറ്റേ സാലറിയേക്കാളും 3 ഇരട്ടി എന്ന് പറഞ്ഞില്ലേ, അവിടെ ഞാൻ ലോസ്റ്റ്. 1500 സാലറി അല്ലല്ല, സ്റ്റാർട്ടിങ് സാലറി ഞാൻ പോയിരുന്ന സമയത്ത് 1500 സാലറി എൻ്റെ അവിടെ. അതിന്റെ 3 ഇരട്ടി അന്ന് കിട്ടിയപ്പോ എന്ന് വെച്ചാൽ ഞാൻ കാലത്ത് 7 മണിക്ക് പോയിട്ട് വൈകുന്നേരം 8 മണി വരെ പണിയെടുക്കുന്ന സാധനം 1 മണിക്കൂർ കൊണ്ട് കിട്ടിയപ്പോൾ ഞാൻ ഒബ്വിയസ്ലി പിന്നെ നമുക്ക് ഇതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉറങ്ങാൻ എണീക്കാം, ഇഷ്ടമുള്ള സമയത്ത് എന്തും ചെയ്യാൻ ഭയങ്കര ഫ്രീഡം അല്ലേ? ഇപ്പൊ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സും അതായത് അന്നത്തെ സാധനവും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരുപാട്, അല്ലെ? വാട്ട് ഹാവ് യു ഫെൽറ്റ്? അങ്ങനെ ഭയങ്കര പെട്ടെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് അജ്മലിനെ ഫീൽ ചെയ്തിട്ടുള്ള ഡിഫറൻസസ് എന്തൊക്കെയാ? അതിപ്പോ റഫി പറഞ്ഞ പോലെ അതായത് ഓരോ കാലഘട്ടത്തിൽ ഓരോ ഡിഫറൻസ് വന്നു. അതായത് ഒരു സമയത്ത് ടിക്ടോക്കിൽ ഫേമസ് ആയ ആൾക്കാർ ആ ഒരു സൈഡിൽ കൂടെ വന്ന്, അത് കഴിഞ്ഞിട്ട് റീൽസ് ചെയ്യുന്ന സംഭവങ്ങൾ വന്ന്. പക്ഷെ ഈ സംഭവത്തിലൊക്കെ ഞാനും ഇത് നോക്കി ഇതിലേക്ക് കൂടെ പോകണോ, അല്ലെങ്കിൽ പിടിച്ചേക്കാൻ പറ്റില്ല ഇവിടെ. എന്നാ ടിക്ടോക്ക് എങ്കിൽ ടിക്ടോക്ക്, റീലിങ് റീല്. അപ്പൊ ഇത് ഈ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാധനം തന്നെ ചെയ്ത ആൾക്കാർക്ക് ബോറടിക്കും. ഇല്ല, അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാന്നുള്ളൊരു സാധനം എല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ. വാട്ട് ഡു ഡു അതിനിപ്പോ ഞാൻ ഡ്രസ്സ് വെറൈറ്റി ഇടും, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഞാൻ അത് കാണാനുണ്ട്. ഇപ്പോഴാണല്ലോ നമ്മൾ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊരു വരുമാനം ഉണ്ട് എന്നുള്ള സാധനം വരുന്നത്. നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു അട്രാക്ഷൻ എന്തായിരുന്നു? എനിക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. എനിക്ക് ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടം. കുറച്ചിങ്ങനെ അറ്റൻഷൻ, ശരിയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അറ്റൻഷൻ കിട്ടുക. ആൾക്കാരിങ്ങനെ ഡെയിലി പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക, അത് ചെയ്ത് നന്നായി, ഇത് ചെയ്ത് നന്നായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് എല്ലാ മേഖലയിലും നമ്മളെ എന്താ പറയുക ഹെൽപ്പ് ചെയ്യും. ഇപ്പം സ്റ്റേജിൽ കയറി 2 വാക്ക് സംസാരിക്കാൻ, ഒരു എന്താ പറയുക ആ ഒരു സോഷ്യൽ ആൻസൈറ്റി ഉള്ളവർക്ക് അത് മാറാൻ, ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ ജീവിതം തന്നെ മൊത്തത്തിൽ നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ബിഹേവിയറും നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മളെ ക്യാരി ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. മനസ്സിലായി. ഇനി ഈ പറഞ്ഞതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ചിലപ്പോൾ ഇപ്പൊ ഈ ഐശ്വര്യയുടെ സീനൊക്കെ വന്ന സമയത്ത് നോർത്ത് നിന്നൊക്കെ ആളുകള് ഈ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യായിരുന്നല്ലോ, അമൃതയുടെ റീലും ഇതൊക്കെ. അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ആരുടെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ മെസ്സേജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള ആരുടെങ്കിലും മെസ്സേജോ കോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതില് മാധവൻ സാർ, നമ്മുടെ തമിഴ് ആക്ടർ, അതെനിക്ക് ഭയങ്കര, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ശരിക്കും അത്ര തിരക്കുള്ള ഒരു മനുഷ്യൻ ബ്ലൂടിക്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ നമുക്ക് മനസ്സിലാവൂലോ. അപ്പൊ അത്രയും തിരക്കുള്ള ഒരു മനുഷ്യൻ ഇത് നോട്ടീസ് ചെയ്യാനായിട്ടൊരു ടൈം എടുത്തപ്പോ ഞാനിങ്ങനെ ഓക്കെ എന്താ പറഞ്ഞത്, ലൈക്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് ഇത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല, ഇത്രയും വലിയൊരു മനുഷ്യൻ. കാരണം നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ അഡ്മയർ ചെയ്യുന്ന ഒരാളല്ലേ, അപ്പൊ ആള് വന്നിട്ട് ഇങ്ങനെ നന്നായി എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ആ ഒരു എന്താ പറയാ, ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് എടുത്ത് നോക്കും, മോട്ടിവേഷൻ. സത്യമായിട്ട് ബിഗ് ഡീൽ അല്ലേ? ഈ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിന് ഭയങ്കര ഈസി പരിപാടിയാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങൾ ചെയ്യുന്ന പണി ഭയങ്കര ഈസിയാണ്, അതായത് പഠിക്കാനൊന്നും പോകണ്ടായിരുന്നു, ഈ പണിക്ക് പോയാൽ മതിയായിരുന്നു എന്ന് വരെ നമ്മൾ കളിയാക്കി പറയും. ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിന്റെ പിന്നിൽ എഫേർട്ട് ഇട്ട്, അതായത് ഇപ്പൊ കോണ്ടന്റ് ഉണ്ടാക്കി, സ്ക്രിപ്റ്റ് എഴുതി, അത് ഡയറക്റ്റ് ചെയ്ത്, ലൈറ്റിംഗ് ശരിയാണോ നോക്കി, രാവിലെ തൊട്ട് രാത്രി വരെ ഇത്രയും ടേക്ക് എടുത്ത് നിങ്ങളിത് ഔട്ട് ഇറക്കുമ്പോൾ ആ പ്രയാസം അറിയാവുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുള്ളതിൽ കേട്ടാൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന കുറച്ച് ഡയലോഗുകൾ പറ. അതായത് യു വോണ്ട് ടു ജസ്റ്റ് ത്രോ ഇറ്റ് ഓഫ് എന്ന് പറയില്ലേ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പറ. ആരുടെ അത് മനസ്സിലായില്ലല്ലോ. ചിലപ്പോ അറിയായിരിക്കും, പക്ഷെ എന്നാലും ഒരു ജാട, മനസ്സിൽ വിചാരിക്കും
ആയിരിക്കും ഇത്, പക്ഷെ അത് വന്ന് കമന്റ് ആയിട്ട് ഇടുന്നതിൽ വേറൊരു മോട്ടീവാ ഉള്ളത്. അത് ഇൻസൾട്ട് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡ് സന്തോഷമാണ്, നമ്മൾ ആരാന്നെങ്കിലും ചോദിക്കാൻ ആൾക്കാരുണ്ടല്ലോ, അത് നല്ലല്ലേ. ഞാൻ കുറച്ച് വ്യത്യസ്തമായില്ലേ ചേച്ചി? മോട്ടിവേഷൻ ടോക്കിനൊക്കെ അതിന് വരെ വേറെന്തെങ്കിലും എനിത്തിങ് ടു ആഡ് ഓൺ? നിങ്ങൾക്ക് കേട്ട് മടുത്ത ഡയലോഗുകളില്ലേ? ഇപ്പൊ ഞാൻ ആർജായിരുന്നപ്പോ ഞാൻ പറയായിരുന്നു നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ഈ വളവള സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ, ഇത് കേൾക്കുന്നിടത്തോളം ദേഷ്യം വേറെ ഒന്നുമില്ല, വളവള സംസാരിക്കണമെങ്കിൽ എന്തോരം പണിയെടുക്കാൻ നമുക്കല്ലേ അറിയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് കേട്ട് മടുത്ത സാധനം ഒരു സംഭവം എന്ന് വെച്ചാൽ നിനക്ക് വല്ല പണിക്കും പോയി ജീവിച്ചുകൂടെ, അപ്പൊ ഇത് പണിയല്ലേ, അപ്പൊ ഇത് പണിയായിട്ട് ആൾക്കാർ കൂട്ടുന്നില്ലേന്ന് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോസസ്സ് ആ ടിക്ടോക്ക് സമയം തൊട്ട് എനിക്കുണ്ടായിരുന്നു. എനിക്ക് വീട്ടിലെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം കേട്ടിട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാലേ, നമ്മൾ പ്രതികരിക്കാതെ നമ്മുടെ പരിപാടി നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. നമ്മൾ ഈ കമന്റിനൊക്കെ റിപ്ലൈ എടുത്ത് അങ്ങനെ ചൊറിഞ്ഞ് പോകുമ്പോൾ വീണ്ടും ചൊറിച്ചിൽ വരും. പിന്നെ അതിന് ശേഷം നമ്മൾ നല്ല പന്ന വീഡിയോ ആണ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരെ അന്ന് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ അടി താഴെ വന്നിട്ട് കൊള്ളത്തില്ലെന്നൊക്കെ പറയും, എന്തൊരു അലമ്പടി എന്നൊക്കെ പറയും, വീട്ടിലുള്ളവരൊക്കെ പറയും. ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ അവൻ്റെ റീൽസ് അക്കൗണ്ട് ടിക്ടോക്ക്, എന്നിട്ട് അതിനകത്ത് പോയിട്ട് എല്ലാത്തിനും സൂപ്പർ മുത്തേന്ന് പറയും. എല്ലാം അത്യാവശ്യം എല്ലാത്തിനും പറയും. എന്നിട്ട് ഇവൻ തിരിച്ച് ഞാൻ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ ഇവൻ തന്നെ നിന്ന് അടിപൊളിയെന്ന് പറയും. അങ്ങനെ ഒരു ലോജിക്ക് വെച്ച് എന്റെ കൂട്ടുകാരന്മാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് വർക്കായിട്ടുണ്ട്. അന്നേ അതൊന്നും അല്ല, എനിക്കറിയത്തില്ല എന്റെ ഇന്നത്തെ സംഭവം എനിക്കറിയില്ല. വീട്ടിൽ നമ്മുടെ ഇല്ല, ശരിക്കും നല്ല കണ്ടന്റ് കൊടുത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന വീഡിയോയിൽ എന്ത് വ്യത്യസ്തത കൊടുക്കുക, അതായത് 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റിനകത്ത് എന്ത് കൊടുക്കുക എന്നുള്ള സംഭവം അന്നൊക്കെ ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത്. ഇപ്പോഴും നമുക്ക് അറിയത്തില്ല കേട്ടോ ഇപ്പം ചെയ്യുന്ന പരിപാടി എന്താണ്. നിങ്ങൾ ഇപ്പൊ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ നിങ്ങൾ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസറിന്റെ പേര് വെച്ച് ആരെ പറയാം? സ്വന്തം പേരല്ല, ഇവിടെ ഇരിക്കുന്ന ആരുടെയും പേര് പറയാൻ പാടില്ല. ഞാൻ അഖിലനാർഡി. നമ്മള് കൊറേ ആൾക്കാർ, എനിക്ക് പേളി മാണി കോപ്പി അടിക്കാൻ പാടില്ല, ആൻസർ കോപ്പി അടിക്കാൻ പാടില്ല, സെപ്പറേറ്റ് വേറെ. ഹിന്ദിയിലൊക്കെ കുറെ ആവേശ് ദർബാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് ഒക്കെ കളിക്കണ അടിപൊളി. നമുക്ക് പിടുത്തില്ല തെരിയേപ്പി. ഒരു മച്ചാനുണ്ട്, അതായത് ഈ അവൻ ബബ്ബയിലൊക്കെ പൂക്കിയായിട്ട് വന്ന ഒരു പയ്യൻ, കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഒരു പമ്പിലൊക്കെ ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യണ ഒരുത്തുണ്ട്, പേര് പറഞ്ഞു. പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കണം. ഈ പുള്ളി നല്ലോണം പാട്ട് പാടി. ഈ പുള്ളി പാട്ട് പാടിയായിരുന്നു സെറ്റില്. കള്ളം പറയരുത്, സിനിമയൊക്കെ ഇറങ്ങണതിന് മുമ്പ് കള്ളം പറഞ്ഞ പാട്ടൊക്കെ പാടും അല്ലേ? പാട്ടൊക്കെ അവൾ പാടിയിട്ടുണ്ട്. നമുക്ക് പാടി അവസാനിപ്പിക്കാം പാട്ട്. എന്നിലാദ്യമായി വന്നൊരീ തന്നലീണത്തിലായി നീ നരി ഞാനായി വരി, വീഞ്ഞു പോലെ നീ വന്നൊരീ രാത്രിയിൽ മിന്നലായി നീ വന്നു മായവനീ, മോഹമായി നീ ചൊല്ലിതെന്തുമായി നീ മായലോകമേന്തി വന്നു നിന്നു വന്നിൽ വന്നു നീ ചേർന്ന് വന്നിനി മെല്ലയോരമായി നീ മണ്ണിലായി നാം മുന്നിനി, മായാത്ത ദൂരത്തായി ഭൂവിത്തായി നീ, തീരാത്തൊരൂവത്താല് സൂറത്തായി നീ, ഇതിലെ ഇലക്കൊഴിയേ തണലായരികെ അണയും, ഇടവഴിയേ ഋതുവായി നദി പോലൊഴുകും. പുല്ലുപോലെ പാടിക്കളഞ്ഞല്ലേ? നന്നായിരുന്നു കേട്ടോ, ഭയങ്കര രസമുണ്ടായിരുന്നു. പെങ്ങള് ഭയങ്കര സപ്പോർട്ടാൻ്റെ. അപ്പം നിങ്ങൾ കൂടുതൽ പാടും, നിങ്ങൾ ഇനി വേറെ കോണ്ടന്റ് ഒന്നും ചെയ്യണ്ട, പാട്ട് പാടിയത്. പാട്ട് പഠിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എത്തി. എന്തായാലും സിനിമ കാണണം എല്ലാവരും. സിനിമയാണ് സെറ്റ്, സിനിമ അഭിനയിക്കാൻ പാട്ട് പാടാം. ഓക്കെ, അപ്പൊ ഇനി ടു വൈൻഡ് ഇറ്റ് അപ്പ്, കണിമംഗലം കോവിലകം സെറ്റിൽ ഇത്രയും ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഒരു വലിയ സെറ്റ് ആയിരുന്നല്ലോ. നിങ്ങൾക്ക് ഭയങ്കര ഓർമ്മയുള്ള, നിങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത ഏതെങ്കിലും ഒരു മൊമെന്റ് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. ഹോസ്റ്റൽ മൊമെന്റ്സ്, കോവിലകത്തിലെ സമയം എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറ. ഇൻസിഡൻസ് ഇത്രയും ആൾക്കാരൊക്കെ എന്തായാലും ജീവിതത്തിലെ ആദ്യത്തെ ഫൈറ്റ് ഇവരൊക്കെ പറന്നടിക്കായിരുന്നു. അടിപൊളിയായിരുന്നു നമ്മള് നോക്കി നിൽക്കാം. ഇല്ല, ഞങ്ങള്
ഓക്കെ 16-ാം തീയതി സിനിമ റിലീസാവുന്നു. ഒരു ജമണ്ടൻ വെബ് സീരീസ്, അതായത് ആളുകൾ അത്രയും ആക്സെപ്റ്റ് ചെയ്തൊരു വെബ് സീരീസ് സിനിമയാണ്. ആ റിസ്ക് മുഴുവൻ ഷോൾഡറിൽ എന്തിയ ആൾക്കാരാണ് നിങ്ങൾ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ക്യാൻ സേ നൗ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ജനുവരി 16-ന് ജനുവരി 10 സിനിമ ഇറങ്ങുകയാണ്. ഞങ്ങൾ വന്ന രീതി എങ്ങനെയാ നിങ്ങളറിയാം. ഇവിടെ അല്ലേ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഇവിടം വരെ എത്തിയത്. അപ്പം പറച്ചോനെ ഓർത്ത് എല്ലാവരും പോയി പടം കാണണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. എല്ലാവരും പറഞ്ഞു എന്നാ ഡേറ്റ്? ജനുവരി 16. മറക്കല്ല കേട്ടോ. ഒരു ചെറിയ കൊച്ചു പടം ഒന്ന് കണ്ട് സപ്പോർട്ട് കാലും കൂടി പിടിക്കുന്നില്ല, ഒന്ന് കണ്ടാൽ മതി ചേച്ചി എല്ലാവരും. ഇല്ല ഗൈസ്, നമ്മൾ പോയി കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൊക്കെ ആയിട്ട് പറയുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഈ ഉണ്ടായിരുന്ന എനർജി സിനിമയ്ക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു.